ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക് ഇപ്പോൾ നാട്ടിക ദീപക് വധക്കേസിൽ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. RJD നേതാവായിരുന്നു കൊല്ലപ്പെട്ട ദീപക്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, RSSകാരുടെ ഒരു കൊടും ക്രൂരതയ്ക്ക് കൂടി ഉചിതമായ ശിക്ഷ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് കോടതി വിധി പുറപ്പെടുവിച്ചുകൊണ്ട് വ്യക്തമാക്കിയ കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ? അത് 2015 മാർച്ച് 24-നായിരുന്നു നാടിനെ നടുക്കിയ അരിങ്കൊലം നടന്നത്. ജനതാദൾ പ്രവർത്തകനായ ഈ ദീപക്കിനെ 10 RSS പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ ഈ 10 RSS പ്രവർത്തകരെയും പക്ഷെ വിചാരണ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. അതിനെതിരെ സർക്കാരും കൊല്ലപ്പെട്ട ദീപക്കിന്റെ ബന്ധുക്കളും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിൽ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം 5 RSS പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഈ വെറുതെ വിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇന്നായിരുന്നു കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം. ഇന്ന് അല്പം മുമ്പ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. 5-ൽ 3 പ്രതികൾ മാത്രമാണ് കോടതിയിൽ ഇന്ന് ഹാജരായിട്ടുള്ളൂ. 2 പേർ വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ 5 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 5 പേർക്കുള്ള ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ കീഴടങ്ങിയവരെ ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റും. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് 5 പ്രതികൾക്കും ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. ഒപ്പം ഓരോ 1 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. ഈ പിഴത്തുക കൊല്ലപ്പെട്ട ദീപകിന്റെ ഭാര്യയ്ക്ക് നൽകണം എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ വിവാദമായ ഒരു കേസായിരുന്നു ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 മാർച്ച് 24-നായിരുന്നു സംഭവം. ഒരു റേഷൻ കട വ്യാപാരിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ദീപക്. ജനതാദൾ യുവിന്റെ പ്രാദേശിക നേതാവായിരുന്നു. ആ കട അടച്ചുകൊണ്ടിരിക്കെ ഏതാനും RSS BJP പ്രവർത്തകർ പ്രദേശത്തെത്തി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ജനതാദൾ പ്രവർത്തകരായ സ്റ്റാലിൻ, മണി എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവർ രണ്ടുപേരും പിന്നീട് ചികിത്സ തേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ ദീപക് അവിടെ വെച്ച് തന്നെ അരുംകൊല ചെയ്യപ്പെടുകയായിരുന്നു. പക്ഷേ വിചാരണ കോടതി ഇതിൽ വിശദമായ വാദം കേട്ട് ഇവരെല്ലാവരെയും വെറുതെ വിട്ടു. പക്ഷെ സർക്കാരും കൊല്ലപ്പെട്ട ദീപകിന്റെ ബന്ധുക്കളും ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയാണ് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും 10-ൽ 5 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 5 പേർക്കുള്ള ശിക്ഷ ഇന്ന് വിധിച്ചു. അതായത് വ്യക്തമാക്കേണ്ട കാര്യം, 10 പേരെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 5 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ 5 പേർക്ക് ശിക്ഷ പിന്നാലെ വരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? നേരത്തെ നമുക്കറിയാം RSS വ്യാപകമായി തന്നെ ഇടതുപക്ഷ, പ്രത്യേകിച്ചും CPM നേതാക്കളെ, CPM പ്രവർത്തകരെ അരുങ്കൊല ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ തന്നെയായിരുന്നു നാളുകളായി. ഏകദേശം 5 പതിറ്റാണ്ടോളം നീളുന്ന RSSന്റെ ഈ കൊലപാതക രാഷ്ട്രീയം, അതിൽ എനിക്ക് തോന്നുന്നു ജനതാദളിന്റെ ആദ്യ ഇരയാണെന്ന് തോന്നുന്നു. RSSന്റെ കൊലക്കത്തിക്കിരയാകുന്ന ആദ്യ ഇരയാണെന്ന് തോന്നുന്നു ഈ ദീപക്, അല്ലേ? അതായത് ഇതിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 10 പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടു. 10 പ്രതികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അപ്പീല്. പക്ഷേ 5 പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ശരിവെച്ചു ഹൈക്കോടതി. ബാക്കി 5 പേർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അവർ ഇന്ന് കോടതിയിൽ ഹാജരാകണം, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. ആ ബാക്കിയുള്ള 5 പേരുടെ ശിക്ഷയാണ് ഇന്ന് വിധിച്ചത്. ബാക്കിയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. RSSും BJPയും വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ എതിരാളികളെ അടിങ്കൊല ചെയ്ത ഒട്ടേറെ സംഭവവികാസങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജനതാദൾ നേതാക്കൾ ഇരയായ ഒരു ഏക സംഭവം ഇതാകുമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായതും RSS BJP പ്രവർത്തകരായ 5 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടിക ദീപക് വധക്കേസിൽ RJD നേതാവായിരുന്ന, RJD പ്രവർത്തകനായ ദീപക് വധക്കേസിൽ 5 പ്രതികൾക്ക് ഹൈക്കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 പേരുടെ ശിക്ഷാവിധി ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് സാലി മുഹമ്മദ് പങ്കുവച്ചത്.